വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തെ സിപിഎമ്മും കോൺഗ്രസും നികൃഷ്ടമായ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നു. തെറ്റുകാരായവരിൽ വിവിധ രാഷ്ട്രീയ വിശ്വാസികളുണ്ട്. അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നപ്പോഴോ മലപ്പുറത്ത് ബീഹാർ സ്വദേശി മാഞ്ചിയെ തല്ലിക്കൊന്നപ്പോഴോ പ്രതികളുടെ രാഷ്ട്രീയം ആരും ചർച്ച ചെയ്യാതിരിക്കാൻ പ്രതികളുടെ മതമാണോ തടസ്സമായിരുന്നതെന്ന് ഇവർ വ്യക്തമാക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ ആൾക്കൂട്ട കൊലപാതകം അതാര് നടത്തിയാലും അപലപിക്കപ്പെടേണ്ടതാണ്. പക്ഷേ വളരെ കൃത്യമായി RSSനെതിരെയും BJPക്കെതിരെയും തിരിച്ചുവിടുകയാണ് കോൺഗ്രസും CPMും ചെയ്യുന്നത്. അരുൺ തന്നെ നേരത്തെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു, ഒരു CITUക്കാരൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച്. അപ്പോൾ ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ BJPയെയും RSSനെയും ആക്രമിക്കാനുള്ള ശ്രമത്തെയാണ് ഹിന്ദു ഐക്യവേദി തുറന്നു കാട്ടുന്നത്. വിവരങ്ങൾ നീലിമ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഈ പാലക്കാട് വാളയാറിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകം. അത് തീർച്ചയായിട്ടും അപലപനീയമായ സംഭവമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പ്രതികളായ ആളുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും ഉണ്ട് എന്നിരിക്കെ അതിനെ BJPയുടെയോ അല്ലെങ്കിൽ RSSന്റെയോ ഒക്കെ പേര് പറഞ്ഞ് വക്രീകരിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും അതുപോലെ തന്നെ CPMും കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. CPMും കോൺഗ്രസും നികൃഷ്ടമായ രീതിയിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനായ RV ബാബു പറയുന്നത്. തെറ്റുകാരായവരിൽ വിവിധ രാഷ്ട്രീയ വിശ്വാസികളുണ്ട്. CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി അനന്തനും അതുപോലെ തന്നെ INDFC പ്രവർത്തകൻ രാജേഷ് എന്നിവരെല്ലാം ഈ കുറ്റത്തിൽ പങ്കാളികളാണ്. മുസ്ലിമാണോ ബംഗ്ലാദേശുകാരനാണോ എന്ന് നോക്കി നടത്തിയ മർദ്ദനമായിരുന്നു എന്ന് പോലീസ് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. മർദ്ദനത്തിന് കാരണമായി പോലീസ് പറഞ്ഞത് കളവ് നടത്തിയെന്ന തെറ്റായ ആരോപണമാണ്. എന്നാൽ ഈ കൃത്യത്തിൽ RSSന്റെ പേര് ആരോപിക്കുന്നത് നികൃഷ്ടവും നീചവുമായ പ്രവൃത്തിയാണെന്ന് RV ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസും CPMും ഒരുപോലെ ഒരൊറ്റ മനസ്സോടെ ഈ ആരോപണം RSSന് മേൽ കെട്ടിവയ്ക്കുന്നതിന് ആസൂത്രിതമായ നീക്കം നടത്തുന്നതെന്നും RV ബാബു കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നപ്പോഴോ മലപ്പുറത്ത് ബീഹാറുകാരൻ മാഞ്ചിയെ തല്ലിക്കൊന്നപ്പോഴോ പ്രതികളുടെ രാഷ്ട്രീയം ആരും ചർച്ച ചെയ്യാതിരിക്കാൻ പ്രതികളുടെ മതമാണോ അരുൺ, അതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. ഈ മലപ്പുറത്ത് ബീഹാർ സ്വദേശി മാഞ്ചിയെ തല്ലിക്കൊന്ന വാർത്ത പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ നൽകാൻ തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. ആ ആൾക്കൂട്ട കൊലപാതകത്തിൽ പങ്കെടുത്തത് മുഴുവൻ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഒരു മാധ്യമവും വാർത്ത നൽകിയില്ല. അപ്പോഴാണ് ഏതൊക്കെയോ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ BJPയെയും RSSനെയും ഈ സംഭവത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള നീക്കം നടക്കുന്നത്, അല്ലേ? നീലിമ, അത്തരത്തിൽ തന്നെയാണ്. ആ മലപ്പുറത്തെ വിഷയത്തിൽ മാഞ്ചിയുമായി ബന്ധപ്പെട്ട മാഞ്ചിയുടെ ആ ഒരു കൊലപാതകത്തിൽ കൃത്യമായിട്ട് തന്നെ ആ പേരുകൾ എടുത്തു പറയുന്നതിനോ അത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോ ഒന്നും തന്നെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രി MB രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിലും CPMും കോൺഗ്രസിന്റെയും ആരും തന്നെ രംഗത്ത് വന്നിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഇവിടെ കൃത്യമായിട്ട് തന്നെ ഈ പ്രതികളുടെ രാഷ്ട്രീയം അത് ഈ ഒരു RSS ആണെന്ന തരത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കേസിലെ 4ാം പ്രതിയാണ് ആനന്ദൻ എന്നുള്ള വ്യക്തി. ഇദ്ദേഹമാണെങ്കിൽ CITUവിന്റെ ചുമട്ടുതൊഴിലാളിയാണ്. അതുപോലെ തന്നെ CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് തന്നെ പോലീസിന് മുൻപിലുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശത്തെ വാളയാറിലെ അട്ടപ്പാളത്തെ ആളുകൾക്കെല്ലാം ഇത് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് ഇവിടെ ആരും കൃത്യമായിട്ട് നൽകുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ പോലും ഈ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം എന്ന് പറയുമ്പോൾ ഈ CPMകാരനായ പ്രതിയാണ് 4ാം പ്രതി എന്നുള്ള കാര്യം അവിടെ ഒളിച്ചു വെക്കുന്നു, മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കോൺഗ്രസുകാരനായ നിരവധി ആളുകളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്ത് വിട്ടയക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ 15ഓളം പ്രതികൾ ഈ കേസിലുണ്ട്. അരുൺ, അങ്ങനെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ വലിയ വെല്ലുവിളിയാണ് ഇക്കാര്യത്തിൽ ഉയർത്തുന്നത്. CPM തെളിവ് ഹാജരാക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 4ാം പ്രതി എന്ന് പറയുന്നത് CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്, CITUവിന്റെ നേതാവാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ BJPയെയും RSSനെയും ലക്ഷ്യം വെക്കുന്നതിന്റെ രാഷ്ട്രീയം കൂടിയാണ് ചർച്ചാവിധേയമാകുന്നത്.